ശുഭാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചുകൊണ്ടിരുന്ന ഗുലാബ് ജാമുൻ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുനാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പഞ്ചസാരയിലേക്ക് ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാര നമുക്ക് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുറച്ച് സമയം മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഈ പഞ്ചസാര പാനിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ടും അതേപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ടും കൂടെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. 4-5 മിനിറ്റ് സമയം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചസാര നല്ലതുപോലെ അലിയുകയും വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുവാനും തുടങ്ങും. വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്ക് ചെറു തീയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇട്ട് കൊടുത്ത് നെയ്യ് നല്ലതുപോലെ മെൽട്ടായതിന് ശേഷം പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. കൂടുതലായിട്ട് ഇതൊന്ന് വറുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റവ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ റവ നല്ലതുപോലെ വേവിക്കണം. അപ്പോൾ അതിനായിട്ട് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഈ രീതിയിലും കുഴയ്ക്കാം. അല്ലാതെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ട് അതേപോലെ പാലും മിക്സ് ചെയ്തിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിങ്ങനെ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പാലും റവയും നല്ലതുപോലെ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. റവ നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പേസ്റ്റ് രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് വീണ്ടും കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് എപ്പോഴും ചെറു തീയിൽ വേണം വെച്ചിരിക്കാൻ. ഇനി നമുക്ക് നല്ല രീതിയിൽ ഈ സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കട്ടകളൊന്നുമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കാണുമ്പം തന്നെ അറിയാം കട്ടയൊന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ ഇത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒന്ന് തണുക്കുന്നതിനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. തീരെ അങ്ങ് തണുത്ത് പോകരുത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലത്തെയുള്ള ആ ചൂട് വേണം. ഇനി ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൻ്റെ എല്ലാ സൈഡിലും നെയ്യ് വരുന്നതിനായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും നല്ല ചൂടാട്ടോ. നമ്മുടെ കയ്യിൽ നല്ല ചൂട് തട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കേണ്ടതുണ്ട്. അപ്പം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമുക്ക് നല്ലതുപോലെ കുഴയ്ക്കേണ്ടത്. കൈ വെച്ച് നമ്മൾ നല്ലതുപോലെ കുഴയ്ക്കണം. അപ്പോഴാണ് കുറച്ചും കൂടെ നമ്മുടെ മാവിനൊരു മയം കിട്ടുന്നത്. അപ്പോൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്ത് കുഴയ്ക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് സമയം എടുത്തു കേട്ടോ ഇത്രയും നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കുട്ടി ബോളായിട്ട് നമുക്ക് റെഡിയാക്കാം. അതായത് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ നമുക്ക് ഇതേപോലെ മാവ് എടുത്തിട്ട് കുഞ്ഞു ബോൾസായിട്ട് നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് കയ്യിൽ നല്ലതുപോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഷേപ്പിലെടുക്കണം. കണ്ടോ? ഇതേപോലെ ഇപ്പോൾ ഞാൻ ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കി നമുക്ക് ചെയ്യാവുന്നതാണ്.
ഇതേപോലെ എല്ലാം ഞാൻ നല്ല റൗണ്ടിൽ ഷേപ്പിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. ഇത് ഫ്രൈ ആക്കുന്നതിനുള്ള എണ്ണ ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കണം കേട്ടോ. ചൂടാകാത്ത എണ്ണയിലാണ് നമ്മൾ ഇതിടുന്നുണ്ടെങ്കിൽ പിന്നെ ഈ എണ്ണ ഇത് വലിച്ചു കുടിക്കും. അപ്പോൾ അതുകൊണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല രീതിയിൽ ഇത് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ ഏത് ഭാഗമാണ് വെന്തത്, ഏത് ഭാഗം വെന്തില്ല. അപ്പോൾ അത് നോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതേപോലെ ബാക്കി ബോൾസ് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ഇങ്ങനെ വറുത്ത് കോരി മാറ്റിയ ഈ ബോൾസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതായ പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. എന്നാലും നമ്മുടെ പഞ്ചസാരയെല്ലാം ഇതിൻ്റെ അകത്തോട്ട് വലിച്ചെടുക്കത്തോളും. അപ്പോഴേ നമ്മുടെ ഗുലാബ് ജാമുൻ നല്ലതുപോലെ സോഫ്റ്റ് ആകത്തോളും. നല്ല പഞ്ചസാരയെല്ലാം അതിനകത്തോട്ട് ഉള്ളിലോട്ട് ഇറങ്ങത്തോളും. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും അടച്ചു വയ്ക്കാം. കടയിൽ നിന്ന് വാങ്ങി കഴിച്ചുകൊണ്ടിരുന്ന ഗുലാബ് ജാമുൻ ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ റെഡിയാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുനാണ്. കടയിൽ പോയി വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ 1 കപ്പ് റവയോ അല്ലെങ്കിൽ 2 കപ്പ് റവയോ വെച്ച് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.